തിരുവനന്തപുരം കാട്ടാക്കടയിൽ പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. ഇന്നലെ രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. എങ്ങനെയാണ് തീ പടർന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിരവധി കേസ് ഫയലുകളും തൊണ്ടിമുതലുകളും അഗ്നിക്കിരയായി. ഇന്ന് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും. കെട്ടിടത്തിനുള്ളിൽ മെഴുകുതിരി കത്തിച്ചതായി സൂചനയുണ്ട്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഈ തീ എങ്ങനെ പടർന്നു എന്നതിൽ വ്യക്തതയായിട്ടുണ്ടോ? ഈ കേസ് ഫയലുകൾ തൊണ്ടിമുതലൊക്കെ നശിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതിസന്ധി കൂടി സൃഷ്ടിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ സംഭവത്തിന് പിന്നിൽ, പ്രതീക്ഷ? ഉന്മേഷ, ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായാണ് പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കാട്ടാക്കടയിലെ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. തീപിടുത്തത്തിന്റെ കാരണം എന്ത് എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ അട്ടിമറി സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ ബഹുദുല കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ കെട്ടിടത്തിന് സമീപമുള്ള മറ്റ് കടയിലെ ജീവനക്കാരാണ് ഈ കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഫയർഫോഴ്സിന് ആദ്യഘട്ടത്തിൽ അകത്ത് കയറാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ ഗ്ലാസ് ചില്ലുകൾ പൊട്ടിച്ചാണ് ഫയർഫോഴ്സ് അകത്ത് കയറിയിട്ടുള്ളത്. ഈ പോക്സോ കോടതിയിൽ ഉണ്ടായിരുന്ന തൊണ്ടിമുതലുകളും ചില ഫയലുകളും തീപിടുത്തത്തിൽ നശിച്ചു എന്നതാണ് പ്രാഥമികമായും ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച നിലയിൽ കണ്ടിരുന്നു എന്ന് ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇക്കാര്യത്തിലും വിശദമായ പരിശോധന നടത്തും. കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടോ എന്നും പരിശോധന നടത്തുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഫോറൻസിക് വിഭാഗം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തും. വിരലടയാള വിദഗ്ധരും ഈ സംഘത്തിൽ ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഏതെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. കാരണം തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കെട്ടിടമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായി എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഫയർഫോഴ്സിന്റെയും പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് പുറത്തു വരും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാവുക. ഉന്മേഷ, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.